ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഉപ്പും മുളകും ലൈറ്റിലെ അച്ഛനും അമ്മയും പതിവ് പോലെ കരഞ്ഞു കാറാതെ വളരെ പക്വതയുള്ളവരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം ഫേസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ഷോക്ക് അവർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ കാര്യം അവർ ഇത്ര പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ഓക്കെ ആയി എന്നുള്ളതാണ്. അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്ത കുട്ടികളോടുള്ള അമിത വാത്സല്യം, കുട്ടികളെ മാത്രം കൂട്ടിക്കൊണ്ട് മാത്രമേ യാത്രകളിൽ പോവുള്ളൂ, കുട്ടികളെയൊക്കെ ബെഡ്റൂമിൽ പിടിച്ച് ഒരുമിച്ച് കിടത്തി ഉറക്കി, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ അവർ തിരുത്താനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും നാളെ ആ കുട്ടിയും ഭർത്താവും വരും, ഇവരെ സ്വീകരിക്കും. ഈ 3 പർവ്വങ്ങളായിട്ട് എല്ലാവരും വിമർശിച്ചവർ ഇവരുടെ വീഡിയോനെ തിരിച്ചിരുന്നു. ഇറങ്ങിപ്പോക്ക്, കരച്ചിൽ പർവ്വം, പിന്നെ തിരിച്ചു വരവ്. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു മകള് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറണ്ടെന്ന് പറയാനുള്ള യാതൊരു വക അവകാശമില്ല. പിന്നെ അവരുടെ ആ ഒരു സ്നേഹം, ഇതൊക്കെ മറന്ന് അവർ നാളെ ആ പുതിയ കല്യാണം കഴിഞ്ഞ നന്ദനെയും ഭർത്താവിനെയും പൊന്നുപോലെ സ്വീകരിച്ചിരുത്തും. അവരങ്ങനെയുള്ള പ്രതിജ്ഞയൊന്നും എന്തായാലും ഇത്തവണ എടുത്തിട്ടില്ല. ഇനി അച്ഛനും അമ്മയ്ക്കും പറ്റിയ തെറ്റുകളിൽ തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് ആ ചെക്കൻ്റെ വീട്ടുകാരുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. ഇനി കല്യാണം മുടങ്ങുമോ, ഇനിയിപ്പോൾ ഈ ചെക്കനുമായിട്ടുള്ള വിവാഹം ഇവനെ എനിക്ക് കിട്ടില്ലേ, അവരത്രയും ഹൃദയം കൊണ്ടെടുത്തു. സ്വാഭാവികമായിട്ട് പെൺകുട്ടിയുടെ പരിഭ്രാന്തി അത് നാച്ചുറലാണ്. അവൾ ഉടനെ അയാളുടെ കൂടെ പോയി എന്നുള്ളത്. എങ്കിലും ഇതൊക്കെ ഈ നാട്ടിലിരുന്ന് ഫേസ് ചെയ്യേണ്ട അച്ഛനും അമ്മയ്ക്കും, അവർ ചെവിയിൽ കേൾക്കുന്നതും, അവർ യൂട്യൂബേഴ്സ് ആവുമ്പോൾ ഒരുപാട് ആളുകൾ അവരെ റിവ്യൂ ചെയ്യുന്നതും ഒക്കെ വായിച്ചും കണ്ടും കേട്ടും മനസ്സ് വല്ലാതെ, അതായത് ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് പേര് ആ തള്ള കാരണം, ആ 2 പെൺമക്കളുടെ ശാപം, അതൊക്കെ വളരെ മോശം വാക്കുകളായി. ഒരമ്മയും പ്രത്യേകിച്ച് ഇവരുടെ 4 മക്കൾ എന്ന് പറയുമ്പോൾ അത്രമാത്രം അറ്റാച്ചഡായിട്ട് വളർത്തിയ അച്ഛനും അമ്മയും തന്നെയാണ്. എനിക്കും പലപ്പോഴും ഇതിൽ വിരോധം തോന്നിയിട്ടുണ്ട്. ഇവരൊരു സ്നേഹക്കൂട് പോലെ അതിങ്ങനെ എൻ്റെ 4 മക്കൾ, പ്രത്യേകിച്ച് 2ാമത്തെ മകൾ ഇത്തിരി വയ്യാത്ത സമയത്ത് അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കണക്കുകളൊന്നും ഇന്നത്തെ കാലത്ത് മക്കളോട് പറഞ്ഞു നിരത്തി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇത്രയും ത്യാഗത്തോടു കൂടി നോക്കി എന്നൊക്കെ എല്ലാ അച്ഛനും അമ്മയും പറയുന്ന കണക്കുകളാണ് ഇവരും പറഞ്ഞിട്ടുള്ളൂ. കണക്ക് പറയരുത് എന്ന് ഒരു ഹെലനോസ് പാട്ട ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അത് അവർക്ക് കുട്ടികളില്ല എന്നാണ് എൻ്റെ അറിവ്. അവർക്ക് എന്തായാലും നാളൊരു കുഞ്ഞുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവർ ഉറക്കമൊഴിച്ചതിൻ്റെ കണക്കും, അവർ 10 മാസം ചുമന്നതിൻ്റെ കണക്കും, വിദ്യാഭ്യാസത്തിന് ചിലവാക്കിയതിൻ്റെ കണക്കും ഒക്കെ അവർ പറയും എന്നുള്ളത് ഉറപ്പാണ്. കണക്ക് പറയരുതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അത്രമാത്രം കണക്കുകളിലൂടെ പോകുമ്പോഴാണ് ആ ലൈഫ് കണക്ക് പറയേണ്ടതായിട്ട് വരിക. അതൊരു അമ്മയായ മാത്രമാണ് അതിൻ്റെ കണക്ക് പറച്ചിലിൻ്റെ ആഴത്തിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവ് ആ കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹെലനോസ് പാട്ടയ്ക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തിനാ കണക്ക് പറയണേ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് പറയുന്ന ഒരു അച്ഛനും അമ്മയും അത് തീരെ ശരിയല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അവരൊരു അമ്മയല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടെ എല്ലാ മാതാപിതാക്കളും, സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളും നമ്മുടെ ചുറ്റും കടന്നു പോകുന്നതാണ്, ഈവൻ ഞാനും ഉൾപ്പെടെ. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടത് നമ്മൾ യൂട്യൂബർ അല്ല, ഫേമസ് ആയിട്ടുള്ള ഫാമിലി ബ്ലോഗേഴ്സ് അല്ല. ഇവരുടെ ഓരോ മിനിറ്റും ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾക്ക് ചുറ്റും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഇവർക്ക് നിർഭാഗ്യവശാൽ ഇതൊക്കെ ഉണ്ടായിപ്പോയത് കൊണ്ട് ഇതൊക്കെ ഇവർ ഇരുന്ന് ഈ വീഡിയോകളും റിവ്യൂസും ഒക്കെ കാണേണ്ടി വരികയാണ്. അതിൻ്റെയും കൂടി വേദന ഇവർ സഹിക്കേണ്ടി വരികയാണ്. ഒരു പക്ഷേ ഇവർക്ക് ആശ്വസിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ ആയാലും 2 പെൺകുട്ടികൾ നല്ല രീതിയിൽ 2 മരുമക്കളുടെ കൂടെ പോയി. അവർക്ക് എന്തൊക്കെയായാലും നാളെ ഒരു ലൈഫുണ്ട്. വളരെ ചെറുപ്പം മരുമക്കളാണ്. അവർ ആ പെൺകുട്ടികളെ നോക്കിക്കോളും. ലൈഫ് ലോങ് 2 കുട്ടികളുടെ കാര്യം ഇനി ഇവർക്ക് ശ്രദ്ധിക്കേണ്ട. ഇനി താഴെ ഈ ഉള്ള 2 കുട്ടികളെ വളർത്തുമ്പോൾ അതിൻ്റെ പാകപ്പിഴകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അവരോടുള്ള സ്നേഹവായ്പ കൊണ്ട് അവരെ സ്കൂളിൽ പറഞ്ഞേക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ പിടിച്ചു വെച്ച് എപ്പോഴും ഉമ്മ വെച്ച് തളർത്താതിരിക്കുക. ആവശ്യത്തിന് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക, സ്വതന്ത്രമായിട്ട് വിടുക, ചുറ്റുമുള്ള സമൂഹത്തിനെ അറിയാൻ വിടുക. അച്ഛനമ്മ കാറ് എന്നുള്ള ആ ലോകം വിട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. ഒരു സാമൂഹ്യ ബോധം കുട്ടികളിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ആ 2 കുട്ടികളോട് ചെയ്തു കൊടുക്കാൻ, അതിൻ്റെ കറക്ഷൻ, ഈ 2 കുട്ടികൾക്ക് കൊടുത്ത കാര്യങ്ങളുടെ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ റിസൾട്ടിൻ്റെ ആ ഒരു ബേസ് വെച്ചിട്ട് അവർക്ക് ഇനി താഴെയുള്ള 2 കുട്ടികളെ വളർത്താൻ ശ്രമിക്കാം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയൊക്കെയാണ് എല്ലാ അച്ഛനമ്മയും പോലെ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പ്രത്യേകമായിട്ട് വാലും കൊമ്പൊന്നുമില്ല. നമ്മൾ വളർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ചെടി അത് കായ വരുമ്പോൾ വേറൊരുത്തം വെട്ടിക്കൊണ്ടു പോണ പോലെയാണ് എല്ലാ പെൺകുട്ടികളും
ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ പോകും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകും, കല്യാണം തീരുമാനിച്ചു വെച്ചവൻ്റെ കൂടെ പോകും. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അവർ സെലിബ്രിറ്റികളോ യൂട്യൂബേഴ്സൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞു. നാളെ ആ പെൺകുട്ടിയും ഭർത്താവും തിരിച്ചു വരും, ഇവർ സ്വീകരിക്കും. അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സാണ്. പക്ഷേ ഇതുവരെ ഇവർ ചെയ്ത കാര്യങ്ങളിൽ ചില കാര്യങ്ങളെങ്കിലും യൂട്യൂബറിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു. ഇങ്ങനെ പബ്ലിക്കായിട്ട് തങ്ങളുടെ സാമ്പത്തിക വശത്തിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ആഴവും പരപ്പും യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനോട് പങ്കുവയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതൊക്കെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ 4 ചുവരുകളിൽ അച്ഛനും അമ്മയും അറിയേണ്ട കാര്യമാണ്. അത് പബ്ലിക്കായിട്ട് ആ കുട്ടിയെ അപമാനിക്കുന്ന പോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഹർട്ടായത് അവരുടെ ബന്ധുക്കൾക്കാണ്, ആ ചെക്കൻ്റെ ബന്ധുക്കൾക്കാണ്. അതുതന്നെയാണ് ഇതിൽ വന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അച്ഛനും അമ്മയും കൊടുത്ത സ്നേഹവും വാത്സല്യവും ഒക്കെ ഒരു നിമിഷം തട്ടിയെറിഞ്ഞ് ഒരു പുതിയ ലോകം കണ്ട് ഓടിപ്പോയ ആ പെൺകുട്ടി തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മനസ്സ് കണ്ടെങ്കിലും ഇനി തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളുണ്ടാവുമ്പോഴൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഫലം അവൾക്ക് തിരിച്ചു കിട്ടാൻ പോകുക എന്നുള്ളതൊന്നും ചിന്തിക്കണത് നല്ലതാണ് എന്തൊക്കെയായാലും. പിന്നെ അമ്മ ഒരിടയിൽ കരയുന്നുണ്ട്, അത് അവരുടെ ഒരു വികാരമാണ്. ഇനിയെങ്കിലും ഇവരിങ്ങനെ ഓവറായിട്ട് പാമ്പർ ചെയ്ത് പിള്ളേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു കാറിലിട്ട് ഇങ്ങനെ വളർത്താതെ അവരെ ലോകം കാണിക്കുക, അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, ആ താഴെയുള്ള കുട്ടികളെങ്കിലും കുറച്ച് സ്വതന്ത്രമായിട്ട് വളർത്തുക. എന്നിട്ടും അവർ തിരിഞ്ഞു കടിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലോകത്തെ എല്ലാ അച്ഛനും അമ്മമാരും അനുഭവിക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. അത്രയ്ക്കും ചെയ്യുള്ളൂ ഇതിൽ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.